നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും പറയും യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനാണെന്ന്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഒരേ ഒരു ലക്ഷ്യം തന്നെയാണ്, യൂട്യൂബിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കുക. അതിനുവേണ്ടി എന്തൊക്കെ കാട്ടായങ്ങൾ നമ്മൾക്ക് യൂട്യൂബിൽ കാട്ടാമോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ മിക്ക യൂട്യൂബേഴ്സും ചെറിയവരോ വലിയവരോ എന്താണെങ്കിലും നമ്മൾ ഏർണിങ്സിന് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 5 ദിവസം കൊണ്ടല്ല, ഒരു 10 ദിവസം കൊണ്ട് ഇല്ല, ഒരു 15 ദിവസമോ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ യൂട്യൂബിൽ ഗ്രോ ചെയ്യാം, എങ്ങനെ വീഡിയോസ് വൈറലാക്കാം, എങ്ങനെ നമ്മളുടെ ചാനലിലേക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 90% നിങ്ങളുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യതയുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഹോം പേജിൽ ഒരുപാട് സജഷൻസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വീഡിയോ ടൈറ്റിൽ ഒക്കെ വായിച്ചിട്ടല്ല നമ്മൾ ഒരു വീഡിയോ ഓപ്പൺ ആക്കുന്നത്, അതിൻ്റെ തമ്പനയിൽ കണ്ടിട്ടാണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഒരാൾ സ്റ്റുഡിയോ ഹോം പേജിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും ഒന്നും ആ ആൾ വാച്ച് ചെയ്യില്ല, ചില വീഡിയോസ് മാത്രമേ വാച്ച് ചെയ്യുള്ളൂ. അത് ഏത് തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടുള്ള തമ്പനയിലാണ്, ഒറ്റ നോട്ടത്തിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തമ്പനയിലുള്ള വീഡിയോസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു എന്ന് കരുതുക. അതായത് എങ്ങനെ ഒരാൾക്ക് നിറം കൂട്ടാം, ഇല്ല എങ്ങനെ വെളുപ്പാകാം, കറുത്തിരിക്കുന്ന ഒരാളിനെ എങ്ങനെ വെളുപ്പാക്കി മാറ്റാം എന്നിങ്ങനെ നമ്മൾ 2 വീഡിയോ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ 2 വീഡിയോയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ അതായത് ഒരു തമ്പനയിൽ ചെയ്തു എന്ന് വെച്ചോളൂ. അതായത് എങ്ങനെ നിറം കൂട്ടാം എന്നുള്ളതിന് ഒരു തമ്പനയിൽ കൊടുത്ത് കുറേ ഫോട്ടോസും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇതേ വീഡിയോ നമ്മുടെ തന്നെ മറ്റൊരു ചാനലിൽ തമ്പനയിൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുത്തു. അപ്പോൾ എന്ത് മാറ്റങ്ങൾ വരുത്തി? എങ്ങനെ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വെളുത്ത് സുന്ദരിയാകാം എന്ന് നമ്മളൊരു തമ്പനയിൽ കൊടുത്തു. അപ്പോൾ ഈ 2 വീഡിയോയും ഹോം പേജിൽ വന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ഒരാൾ അയാളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഹോം പേജിൽ ഈ 2 വീഡിയോസിൻ്റെയും സജഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഏതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല, രണ്ടാമത്തെ തമ്പനയിലിൽ ആളുകൾ അതിൽ മാത്രമേ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ വെളുത്ത് സുന്ദരിയാകാം എന്നതാണ്. അപ്പോൾ ഈ തമ്പനയിലിൽ ഒരു ആകാംക്ഷയുണ്ട്, എങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് വെളുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു നിസ്സാര കാര്യമല്ല. ഒരു ദിവസത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ വെളുത്ത് സുന്ദരിയാവണമെങ്കിൽ അതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. അതെന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഈ തമ്പനയിലിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യും. അതാണ് നമ്മൾ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ തമ്പനയിലിൽ കൊടുത്ത പോലെ നിറം കൂട്ടുന്നതിനെ പറ്റി എല്ലാവരും ധാരാളം എല്ലായിടത്തും വായിക്കാറുണ്ട്, അതിനെപ്പറ്റി വീഡിയോ ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ എങ്ങനെ ഈ കാര്യം നടക്കും എന്ന് അധികം ആളുകളും, അതായത് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അധികം ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ആളുകളെ ഇവിടെ കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക. എത്ര നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും കണ്ടൻറ്റും ഒക്കെ നമ്മൾ തയ്യാറാക്കിയാലും ക്രിയേറ്റ് ചെയ്താലും ആളുകൾ ഇതുപോലെയുള്ള തമ്പനയിൽ കണ്ടാലേ നമ്മുടെ വീഡിയോയിൽ വന്ന് ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവരെ നിങ്ങളുടെ വീഡിയോസിലേക്ക് എത്തിക്കണം. പിന്നെ വീഡിയോസിൽ എത്തിച്ചാൽ മാത്രം പോരാ, ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നല്ല വാല്യൂസ് തരുന്ന ഒരു വീഡിയോസ് ഇല്ല, അതിൻ്റെ ക്വാളിറ്റി അതുപോലെ ഇരിക്കണം. അപ്പോൾ അതിന് ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? തമ്പനയിൽ 100% നിങ്ങളുടെ വീഡിയോയിൽ വന്ന് ക്ലിക്കായിട്ട് അത് വൈറലാകും. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, അവർ വീഡിയോസ് ഫുള്ളായിട്ടും കണ്ട് നമ്മൾക്ക് ഓഡിയൻസ് റിട്ടൻഷനും കിട്ടണമെങ്കിൽ നല്ല കണ്ടൻറ്റും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ അത് മാത്രം കഷ്ടപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരോ വീഡിയോസും ഉണ്ടാക്കുന്നത്. അപ്പം നല്ല തമ്പനയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടണം. അപ്പം അങ്ങനെ നല്ല തമ്പനയിലാണെങ്കിൽ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യും. അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.
യൂട്യൂബിൻ്റെ പോളിസീനെ കുറിച്ച് പറഞ്ഞാൽ ക്ലിക്ക് ബെയ്റ്റ് തംബ്നെയിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത്. പക്ഷേ യൂട്യൂബ് തന്നെ വേറെയും ഒന്ന് പറയുന്നുണ്ട്. എന്താണത്? ക്ലിക്കബിൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കണം എന്നതാണ്. അതായത് ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ തംബ്നെയിൽ മിനക്കെട്ട് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ടും പ്രയോജനമില്ലാതെ പോകുന്നത് എന്താണ്? നല്ല തംബ്നെയിൽ അതിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ നല്ല തംബ്നെയിൽ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കുക നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്. ഒരു 4 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഒരു അരമണിക്കൂറെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ തംബ്നെയിലും കൂടെ ഉണ്ടാക്കി ആ വീഡിയോയ്ക്ക് കൊടുത്താലേ ആ വീഡിയോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുകയുള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും ക്ലിക്ക് ബെയ്റ്റ് തംബ്നെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് വീഡിയോസിൽ ധാരാളം വ്യൂസ് വരുള്ളൂ. ആ വ്യൂസ് വന്നാൽ ആളുകൾ അത് വാച്ച് ചെയ്യാറുള്ളൂ. അപ്പം ഈ ഒരു കാര്യം യൂട്യൂബേഴ്സ്, പുതിയ യൂട്യൂബേഴ്സ്, എല്ലാ രീതിയിലുള്ള പുതിയ യൂട്യൂബേഴ്സും വലിയ യൂട്യൂബേഴ്സും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യം, നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതുപോലെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുഴുവനും വീഡിയോ കേട്ടിട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. അതൊരു 100% ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. ധാരാളം പേര് ഇത് പരീക്ഷിച്ച് വിജയിച്ച കാര്യവുമാണ്. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ധാരാളം പേര് കഷ്ടപ്പെട്ട് വളരെ നല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തംബ്നെയിൽ അത് എഴുതുന്നതും ഒക്കെ അത്രയും അവരതിൽ ശ്രദ്ധിക്കുന്നില്ല. വീഡിയോസിൽ മാത്രം നല്ലവണ്ണം ഷൂട്ട് ചെയ്യുന്നു, അതിന് നല്ല വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നു, വളരെ പരിശ്രമിച്ചിട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കുന്നു. ഇതൊക്കെ അവർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അവസാനവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നതിൽ അതും എന്താണോ അതിൽ നമ്മൾ കൊടുക്കേണ്ട വാചകം അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവരങ്ങ് പോകുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ധാരാളം വ്യൂസ് വരികയുള്ളൂ, വീഡിയോസ് വൈറലാകുകയുള്ളൂ. അപ്പോൾ തുടരെ ഇതിനെപ്പറ്റി ആലോചിക്കുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ധാരാളം പുതിയ ക്രിയേറ്റേഴ്സ് ഇന്ന് യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും വ്യൂസും ഒക്കെ വരുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന പല പുതിയ ക്രിയേറ്റേഴ്സിന് ധാരാളം വ്യൂസ് വരുന്നുണ്ട്, അവരുടെ വീഡിയോസൊക്കെ വൈറലാകുന്നുണ്ട്. തിരിച്ചൊരു മറുവശവുമുണ്ട്. അതിന് ധാരാളം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് പറയാം, അവർക്ക് ലക്കുണ്ട്, അവരുടെ ഇത് പെട്ടെന്ന് റെക്കമെൻഡേഷനിൽ പോയി അങ്ങനെയൊക്കെ പറയാമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുക. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ പിന്നീടും വീണ്ടും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കിട്ടിയാൽ നമ്മൾക്ക് അതിൻ്റെ ചുവട് പിടിച്ചിട്ട് നമ്മളുടെ ചാനൽ എളുപ്പം ഓർഗാനിക്കലി മുമ്പോട്ട് അവിടെ വെച്ച് നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ എത്രമാത്രം കഠിന പ്രയത്നം ചെയ്യുന്നു അതുപോലെ നമ്മളുടെ മൈൻഡിലൊരു പോസിറ്റിവിറ്റിയും വേണം. ഇപ്പോൾ ഏതൊരു കാര്യം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നു ഒരു ജോലിക്കായിട്ട്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇതൊക്കെ നമുക്ക് കിട്ടാനാണോ പോകുന്നത്, നമ്മളെക്കാളും നല്ലോണം ചെയ്യുന്ന എത്ര പേര് കാണും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും അപ്പം ആരും ഒരു ഇൻ്റർവ്യൂവിന് പോകണ്ട, വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ അപ്പോൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? അവിടെ പോയി നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും, നമ്മൾക്കും നല്ല കഴിവുണ്ട്, കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് രീതിയിൽ പോയാലുള്ള നമ്മളുടെ പെർഫോമൻസും, അല്ലാതെ ഇതൊക്കെ നടക്കാനാണോ പോകുന്നത്, എത്ര എണ്ണത്തിന് പോയി പരാജയപ്പെട്ട് വന്നു, ഇതും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ലൊരു പെർഫോമൻസ് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഓൾവേസ് ഹാർഡ് വർക്ക് പേസ് എന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒരു ചൊല്ലുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കൂട്ടുകാരും ഒക്കെ വന്ന് കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഇടാറുണ്ട്. അവരുടെ മോട്ടിവേഷനാണ് പിന്നെയും നല്ല വീഡിയോസ് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്നും രാവിലെ ഞാൻ ഈ പറയുന്ന പോലെ 9 മണിക്ക് മാക്സിമം അത് മുടക്കാതെ തന്നെ എന്നും ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതിലൊരു തടസ്സം വരാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതുപോലെ വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ളവർ സബ്സ്ക്രൈബേഴ്സ് ഓൺലി ലൈവ് ചാറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.